പാചകവാതക സിലിണ്ടറിന്റെ മസ്റ്ററിംഗ് ഇന്ന് നടത്തിയില്ലെങ്കിൽ ഇനി മുതൽ ഗ്യാസ് ലഭിക്കില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് ഉപഭോക്താക്കൾ അങ്കലാപ്പിലായത്. തുടർന്ന് ഏജൻസികളിൽ തിരക്ക് വർദ്ധിച്ചു. ഇത് കാരണം പല ഓഫീസുകളിലും ഇന്റർനെറ്റ് സേവനത്തിന്റെ വേഗത കുറഞ്ഞു. പ്രായമായവരുൾപ്പെടെ നിരവധി പേരാണ് രാവിലെ മുതൽ ക്യൂവിൽ കാത്തുനിന്ന് വലഞ്ഞത്. എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നത്. നമ്മൾ വിളിച്ചാൽ പറഞ്ഞാൽ ഗ്യാസ് വരും. അതിനതൊരു ഇപ്പോൾ ഇന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഇന്ന് തന്നെ വരും, അല്ലെങ്കിൽ നാളെ വരും, അതിലപ്പുറത്തോട്ട് പോകും. ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നതുകൊണ്ടാണ് ഞങ്ങളെല്ലാം വന്ന് ഇങ്ങനെ ഇവിടെ കാത്തിരിക്കേണ്ടത്. ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. കണക്ഷൻ ആരുടെ പേരിലാണോ അവർ നേരിട്ട് ഓഫീസുകളിലെത്തണം. എന്നാൽ വിവരങ്ങൾ ഓൺലൈനിലൂടെ പുതുക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടും പ്രയോജനമുണ്ടായിരുന്നില്ല. അതേസമയം മസ്റ്ററിംഗ് നടത്തുന്നതിന് ഉപഭോക്താക്കൾ തിരക്ക് കൂട്ടേണ്ടതില്ലെന്ന് ഗ്യാസ് ഏജൻസി അധികൃതർ വ്യക്തമാക്കി. ഇതിനായുള്ള അവസാന തീയതി സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. രാവിലെ മുതലേ തിരക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തിരക്ക് കൂടേണ്ട ഒരു കാര്യമില്ലെന്നുള്ളതാണ് വസ്തുത. കാരണം ഇതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. ഇന്നലെയും മിനിസ്റ്ററുടെ ഒരു ചാനലിൽ കൂടെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് ചെയ്യണം, പക്ഷേ സെപ്റ്റംബർ വരെ ഇപ്പം ഓൾറെഡി സമയമുണ്ട്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. LPG ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത്. എന്നാൽ മസ്റ്ററിംഗ് നടത്താനെത്തുന്നവരിൽ ഏറെ പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പഴയ ഉടമ മരണപ്പെട്ടിട്ടും വിവരങ്ങൾ മാറ്റി നൽകാത്തവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കാറുണ്ട്. ഇതും ഗ്യാസ് ഏജൻസികളിലെ തിരക്കിന് കാരണമാകുന്നതായാണ് പരാതി. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.